ഞാൻ രജനീകാന്തിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു. എനിക്ക് ₹1 ശമ്പളം കിട്ടിയില്ല. ഇവർക്ക് രണ്ടുപേർക്കും അഭിനയം അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇടയ്ക്കിടയ്ക്ക് ചില പരാമർശങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വിവാദങ്ങളിൽ പെടുന്ന മലയാളത്തിലെ ഒരു നടനാണ് അലൻസിയർലെ ലോപ്പസ്. ഇപ്പോഴത്തെ രജനീകാന്ത് ചിത്രം വേട്ടയനിൽ അഭിനയിച്ചതിന് തനിക്ക് ₹1 പോലും ശമ്പളം കിട്ടിയില്ല എന്ന് അലൻസിയർലെ ലോപ്പസ് പറയുന്നു. ഒരു പൊതുവേദിയിലിരുന്ന് അലൻസിയർലെ ലോപ്പസ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത്. അലൻസിയറുടെ ഈ ഒരു വെളിപ്പെടുത്തൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ ഒരു വിവാദ പരാമർശത്തിനൊപ്പം തന്നെ മറ്റൊരു വിവാദമായ പരാമർശം കൂടി നടത്തിയിരിക്കുകയാണ് അലൻസിയർലെ ലോപ്പസ്. ഇന്ത്യ കണ്ട എക്കാലത്തെയും ഇതിഹാസ താരങ്ങളെന്ന് ആരാധകരും സഹപ്രവർത്തകരും സിനിമാക്കാരും അടക്കം വിശേഷിപ്പിക്കുന്നവരാണ് അമിതാഭ് ബച്ചനും രജനീകാന്തും. ഇവർക്ക് രണ്ടുപേർക്കും അഭിനയിക്കുവാൻ അറിയില്ല എന്നാണ് അലൻസിയർ ഇപ്പോൾ പറയുന്നത്. ഏതായാലും അലൻസിയറുടെ ഈ രണ്ട് വെളിപ്പെടുത്തലുകളും സിനിമാ ലോകത്ത് ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിവാദങ്ങളിൽ ചെന്നുപെടാറുണ്ടെങ്കിൽ പോലും തന്മയത്വത്തോടെയുള്ള അഭിനയം കാഴ്ചവെക്കുന്ന മലയാള സിനിമയിലെ മികച്ച സ്വഭാവ നടന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന നടനാണ് അലൻസിയർലെ ലോപ്പസ്. അതിന് സിനിമാ പ്രേമികൾക്ക് യാതൊരു സംശയവും ഉണ്ടാകില്ല. അപ്പൻ അടക്കമുള്ള സിനിമകൾ വലിയ വിജയമായതിനും ചർച്ചയായതിനും പിന്നിൽ അലൻസിയറിന്റെ പ്രകടനവും ഒരു കാരണം തന്നെയായിരുന്നു. 5ാമത്തെ വയസ്സ് മുതൽ നാടകാഭിനയം തുടങ്ങിയ അലൻസിയർലെ ലോപ്പസ് 8ാം ക്ലാസ്സിൽ തന്നെ നേതാജി തിയേറ്റർ എന്ന പേരിൽ ഒരു ചെറിയ നാടക ഗ്രൂപ്പ് ആരംഭിക്കുകയായിരുന്നു. ഇതിലൂടെ അമച്വർ നാടകരംഗത്ത് ഇദ്ദേഹം പ്രാവീണ്യം തെളിയിച്ചു. കോളേജ് പഠനകാലത്ത് നാടകരംഗത്ത് അലൻസിയർ സജീവമായി പങ്കെടുത്തിരുന്നു. ഇതിനു പിന്നാലെ തന്നെ ടെലിവിഷൻ സിനിമാ രംഗത്തേക്ക് ഇദ്ദേഹം എത്തുകയായിരുന്നു. 1998 റിലീസ് ചെയ്ത ഡേ എന്ന സിനിമയിലൂടെയാണ് അലൻസിയർലെ ലോപ്പസ് സിനിമാ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. എന്നാൽ പക്ഷേ ഞാൻ സ്റ്റീവ് ലോപ്പസ്, മഹേഷിന്റെ പ്രതികാരം, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, അപ്പൻ തുടങ്ങിയ സിനിമകളിലൂടെയാണ് അലൻസിയർലെ ലോപ്പസ് ശ്രദ്ധിക്കപ്പെടുന്നത്. അടുത്തിടെയായി തമിഴിൽ നിന്നും സിനിമാ അവസരങ്ങൾ അലൻസിയറിനെ തേടി എത്തുന്നുണ്ടായിരുന്നു. അടുത്തിടെ രജനീകാന്ത് സിനിമ വേട്ടയനിൽ ചെറിയൊരു വേഷവും അലൻസിയർ ചെയ്തിരുന്നു. ഇപ്പോഴത്തെ വേട്ടയൻ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴുള്ള അനുഭവം നടൻ പങ്കുവച്ചതാണ് സിനിമാ പ്രേക്ഷകർക്കും സിനിമാക്കാർക്കും ഇടയിൽ ചർച്ചയായി മാറുന്നത്. വേട്ടയൻ എന്ന രജനീകാന്ത് ചിത്രത്തിൽ അഭിനയിച്ചതിന് ₹1 പോലും തനിക്ക് ശമ്പളം കിട്ടിയില്ല എന്നാണ് അലൻസിയർലെ ലോപ്പസ് പറയുന്നത്. ഒപ്പം തന്നെ അമിതാഭ് ബച്ചന്റെയും രജനീകാന്തിന്റെയും അഭിനയത്തെക്കുറിച്ച് നടൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളും ചർച്ചയായി മാറുകയാണ്. ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ എന്നിവർ ടൈറ്റിൽ കഥാപാത്രങ്ങളായി എത്തുന്ന നാരായണിന്റെ 3 ആൺമക്കൾ എന്ന സിനിമയുടെ പ്രൊമോഷനായി വിളിച്ചു ചേർത്ത പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അലൻസിയർ. ഈ ഒരു പ്രസ് മീറ്റിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും നടൻ നടത്തിയിരിക്കുന്നത്. ജോജു ജോർജ് അടക്കമുള്ള നാരായണിന്റെ 3 ആൺമക്കളുടെ അണിയറ പ്രവർത്തകർ അലൻസിയറിനൊപ്പം ഈ വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരുമായിരുന്നു. നിങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അലൻസിയർ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ ഇത്രയും നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യമൊക്കെ ചോദിച്ചു. താൻ വേട്ടയനിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു എന്നുള്ള ചോദ്യമാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ അലൻസിയർ ചോദിക്കുന്നത്. രജനീകാന്തിനൊപ്പവും അമിതാഭ് ബച്ചനൊപ്പവും താൻ അഭിനയിച്ചു. തനിക്ക് മുംബൈ വരെയുള്ള ടിക്കറ്റും അവർ തന്നു. താൻ സത്യസന്ധനായിട്ടാണ് പറയുന്നതെന്നാണ് അലൻസിയർലെ ലോപ്പസ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുൻപ് പറയുന്നത്. തുറന്ന പുസ്തകം പോലെ താൻ പറയുകയാണ്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് തനിക്ക് ₹1 പോലും ശമ്പളം കിട്ടിയിട്ടില്ല എന്നാണ് അലൻസിയർ പറഞ്ഞത്. അതേസമയം 5 സ്റ്റാർ ഹോട്ടലിൽ തനിക്ക് താമസം തന്നിരുന്നു. താൻ അവിടെ ചെന്നിട്ട് ജഡ്ജി വേഷത്തിലാണ് അഭിനയിക്കേണ്ടത്. ചെന്നിട്ട് ജഡ്ജി വേഷത്തിലിരിക്കണം. തമാശയാണിതെന്നാണ് അലൻസിയർ പറയുന്നത്. ഇനി ഇത് പറഞ്ഞതുകൊണ്ട് തനിക്ക് തമിഴിൽ വേഷം കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നുകൂടി അലൻസിയർലെ ലോപ്പസ് തുറന്നു പറയുന്നുണ്ട്. അമിതാഭ് ബച്ചനും രജനീകാന്തും അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണമെന്ന് മോഹിച്ചു മാത്രമാണ് താൻ ആ സെറ്റിൽ പോയതെന്നാണ് അലൻസിയർ പറയുന്നത്. അതല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ തമിഴ് കീഴടക്കണമെന്നോ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് അലൻസിയർ. താൻ ഒരു ജഡ്ജി വേഷവും കെട്ടി ചേംബറിൽ കയറി ഇരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറും അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറുമാണെന്നും അലൻസിയർ പറയുന്നു. താൻ ഒരാളുടെ പെർഫോമൻസ് ഇരുന്ന് കാണുകയാണ്. തനിക്ക് ആ സമയത്ത് ഷോട്ടുമില്ല. തനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണമെന്ന് തോന്നിയാണ് താൻ അവിടെ ഇരുന്നതെന്നാണ് അലൻസിയർ പറയുന്നത്. താൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തൊക്കെ കണ്ടിട്ടുണ്ട് രജനി സാറൊക്കെ പറന്നു പോകുന്ന ഹെലികോപ്റ്ററിനെ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിക്കുന്നതൊക്കെ. അതുകൊണ്ടാണ് ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് കാണണമെന്ന് തനിക്ക് തോന്നിയിട്ടാണ് താൻ വേട്ടയിന് ഡേറ്റ് കൊടുത്തതെന്നാണ് അലൻസിയർലെ ലോപ്പസ് പറയുന്നത്. അതേസമയം ഒറ്റ ദിവസം മാത്രമേ തനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം പെർഫോം ചെയ്തു. ഒരു സ്റ്റൈലിസ്റ്റ് ആക്ടിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. ബോഡി ലാംഗ്വേജ് കൊണ്ട് പെർഫോം ചെയ്തിട്ട് കോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകും. പിന്നെ അടുത്തയാളുടെ പെർഫോമൻസ് ആണ്. അതാണ് അമിതാഭ് ബച്ചന്റേത്. ഒരു സിംഹം ഗർജിക്കുന്നത് പോലെയുള്ള അമിതാഭ് ബച്ചന്റെ ശബ്ദം കേട്ട് ജഡ്ജി ഞെട്ടിയെന്നാണ് പരിഹാസ രൂപേണ അലൻസിയർ പറയുന്നത്.
അപ്പോൾ തനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചു നിൽക്കുവാൻ തനിക്ക് പറ്റില്ല എന്നുള്ള കാര്യം. കാരണം തനിക്ക് ഇത്രയും സ്റ്റൈലിസ്റ്റ് ആക്ടിംഗ് അറിയില്ലല്ലോ എന്നാണ് അലൻസിയർ പറയുന്നത്. മാത്രമല്ല ഇത്രയും ഗാംഭീര്യവുമുള്ള ശബ്ദവും തനിക്കില്ല. നമുക്കിങ്ങനെ ദിലീഷ് പോത്തന്റെയൊക്കെ കൂടെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതിയെന്നാണ് അലൻസിയർ പറയുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും അഭിനയം അറിഞ്ഞുകൂടുന്ന കാര്യം തനിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നതെന്നാണ് രജനീകാന്തിന്റെയും അമിതാഭ് ബച്ചന്റെയും അഭിനയത്തെപ്പറ്റി അലൻസിയർ പറയുന്നത്. അതേസമയം ഇത് നിങ്ങൾക്ക് നാളെ നല്ല വാർത്തയായിരിക്കും. മാത്രമല്ല അപ്പനിലും ചതുരം എന്ന ചിത്രത്തിലുമൊക്കെ താൻ എന്താ മോശമാണോ എന്നുകൂടി അലൻസിയർ ചോദിക്കുന്നുണ്ട്. തന്റെ അഭിനയത്തെ പുകഴ്ത്തി തന്നെയാണ് അലൻസിയർ സംസാരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന തന്റെ നാരായണിന്റെ 3 ആൺമക്കൾ എന്ന സിനിമയും കൂടി കണ്ടു നോക്കൂ എന്നാണ് അലൻസിയർ പറയുന്നത്. ഞാൻ വേട്ടയിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഞാൻ രജനീകാന്തിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു. എനിക്ക് മുമ്പേ വരെ ടിക്കറ്റ് തന്നു. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, തുറന്ന പുസ്തകം പോലെ പറയുകയാണ്. എനിക്ക് ₹1 ശമ്പളം കിട്ടിയില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ താമസം തന്നു. ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജി വേഷത്തിലിരിക്കണം. തമാശയാണ്. ഇനി തമിഴിൽ എനിക്ക് വേഷം കിട്ടുമെന്ന് തോന്നുന്നില്ല ഇത് പറയുന്നതുകൊണ്ട്. ഇവർ രണ്ടുപേരും അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ്. അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കീഴടക്കണമെന്നോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ജഡ്ജി വേഷവും കെട്ടി ചേംബറിൽ കയറിയിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ്, അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ്. അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ്. എനിക്ക് എൻ്റെ ഷോട്ടില്ല, എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം. ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ഈ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ച് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നിർത്തുന്നതൊക്കെ. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്. ഒറ്റ ദിവസം ഒരു ഷൂട്ടുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു. അദ്ദേഹം ഒരു സ്റ്റൈലിസ്റ്റ് ആക്ടിങ്, അയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോർട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകും. പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസാണ്. ഒരു സിംഹം ഗർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചൻ്റെ ശബ്ദം. ജഡ്ജി ഞെട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലിസ്റ്റ് ആക്ടിങ്ങും അറിയില്ല, ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ല. നമ്മളിങ്ങനെ ഈ ദിലീഷ് പോത്തൻ്റെ കൂടെയും ശരണിൻ്റെ കൂടെയും രാജീവ് രവിയോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി. ഇവർക്ക് രണ്ടുപേർക്കും അഭിനയം അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് നിങ്ങൾക്ക് നാളെ നല്ല വാർത്തയാവും. എന്താ അപ്പനിൽ മോശമാണോ? ഇത് ചതുരത്തിൽ മോശമാണോ? നിങ്ങൾ നാരായണൻ്റെ മക്കൾ കണ്ടു നോക്കൂ. നാളെ നിങ്ങൾ ഈ തമിഴിൽ എൻ്റെ വേഷമില്ലാതാക്കി കളയരുത് കേട്ടോ. ഇതൊന്ന് എഡിറ്റ് ചെയ്യണം. എനിക്ക് കിട്ടേണ്ട എനിക്ക് കിട്ടും. ഞാൻ ചോദിച്ചു വാങ്ങിക്കേണ്ടത് ചോദിക്കും. ആ പണി കിട്ടേണ്ടോ പണി കിട്ടും. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ പോലും എൻ്റെ മക്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുറി അടച്ച് കിടക്കും. മുറി അങ്ങ് ലോക്ക് ചെയ്യും. അറ്റാച്ച്മെൻ്റ് ഇല്ല. പിന്നെ നമ്മൾ ഡിറ്റാച്ച്ഡായി. അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഞാൻ വളരെ പേഴ്സണലി പറയാം, എൻ്റെ അച്ഛൻ എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാത്തു നിൽക്കും. അവരെ റോഡ് മറികടത്തി കൊണ്ടുവരാൻ. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരയുന്നുണ്ട്. എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതം. അതുതന്നെയാണ് നാരായണൻ്റെ മക്കളും.
എത്രയോ അകലങ്ങളിലാണ് നാരായണൻ്റെ മക്കൾ. ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെക്കുറിച്ചാണ്. അതിനാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത്രയും വ്യക്തിപരമായ ഒരു സാധനം പോലും നിങ്ങളോട് പറയുന്നത്. എല്ലാവർക്കും തുല്യ നീതി വേണം. ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശം. എന്തുകൊണ്ട് ആണുങ്ങൾക്ക് അവകാശമില്ല? ആണും പെണ്ണും ഉണ്ടെങ്കിൽ ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിയൂ. ആകാശത്തു നിന്ന് മഴ പെയ്താലേ ഭൂമിയിൽ ഉർവരത മാറൂ, മരുഭൂമി ഇല്ലാതാവൂ. അമ്മ ഭൂമിയാണെങ്കിൽ അച്ഛൻ ആകാശത്തിലെ മഴമേഘമാണ്. അപ്പോൾ തുല്യനീതി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനെനിക്ക് യാതൊരു സങ്കോചവുമില്ല അത് പറയുന്നതിനകത്ത്. പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു അവകാശമല്ല, ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട്. ആണിനും മാത്രമായിട്ട് അവകാശം എന്നല്ല ഞാൻ പറയുന്നത്, ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട്. അത് ഈ സിനിമ സംസാരിക്കും നിങ്ങളോട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.